വിഷുവിന്റെ കഥ. വിഷു ഉത്സവത്തിന്റെ തലേദിവസം രാത്രി വീട്ടിലെ പൂജാമുറിയിലോ ആരാധനാസ്ഥലത്തോ വിഷ്ണുവിന്റെയും കൃഷ്ണന്റെയും വിഗ്രഹങ്ങൾക്ക് മുമ്പായി വീട്ടിലെ മൂത്ത സ്ത്രീ വിഷുക്കണി വയ്ക്കുന്നു. എല്ലാ മലയാളികളും വിഷുക്കണിയെ ഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കുന്നു. മലയാളത്തിൽ കണി എന്നാൽ ആദ്യം കാണുന്നത് എന്നാണ്. അതിനാൽ വിഷുക്കണി എന്ന വാക്കിന്റെ അർത്ഥം പുലർച്ചെയോ അതിരാവിലെയോ ആദ്യം കാണുന്ന വസ്തുവാണ്. ഇത് പുതുവത്സരം മുഴുവൻ തങ്ങൾക്ക് ഐശ്വര്യം നൽകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. വിഷുക്കണിയിൽ ഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും ശകുനമായി കണക്കാക്കപ്പെടുന്ന എല്ലാ ശുഭകരമായ വസ്തുക്കളും പവിത്രമായി തയ്യാറാക്കുന്നു. തേങ്ങ, വെറ്റില, ചക്ക, കണിക്കൊന്ന പുഷ്പം, കന്മഷി, അരി, നാരങ്ങ, സ്വർണ്ണ-വെള്ളരി, ആറന്മുള കണ്ണാടി, ഒരു വിശുദ്ധ പുസ്തകം, കോടിമുണ്ട്, നാണയങ്ങൾ അല്ലെങ്കിൽ കറൻസി നോട്ടുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ വസ്തുക്കളെല്ലാം ലോഹം കൊണ്ട് നിർമ്മിച്ച മണിയുടെ ആകൃതിയിലുള്ള ഒരു പാത്രത്തിലാണ് ശേഖരിക്കുന്നത്. ഇതിനെ മലയാളത്തിൽ ഉരുളി എന്ന് വിളിക്കുന്നു. നിലവിളക്ക് കത്തിച്ച് വിഷുക്കണിക്കൊപ്പം ദേവന്റെ മുമ്പിൽ വയ്ക്കുന്നു. വിഷുദിനത്തിൽ ജനങ്ങളുടെ പരമ്പരാഗത വിശ്വാസമനുസരിച്ച് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അതിരാവിലെ കണ്ണുകൾ അടച്ച് വിഷുക്കണിയുടെ ആദ്യ ദർശനം ലഭിക്കാൻ വീട്ടിലെ ആരാധനാസ്ഥലത്തേക്ക് പോകണം. കാരണം അത് വർഷം മുഴുവനും അവർക്ക് ഭാഗ്യം നൽകും. അതിനാൽ വിഷുക്കണി വളരെ ശ്രദ്ധയോടെയും കൃത്യതയോടെയും ക്രമീകരിച്ചിരിക്കുന്നത്. വിഷുക്കണി കണ്ടതിനു ശേഷം ഹിന്ദുക്കളുടെ പുണ്യഗ്രന്ഥമായ രാമായണത്തിലെ ശ്ലോകങ്ങൾ ആളുകൾ ചൊല്ലുന്നു. ഇത് ഒരു പുണ്യകർമ്മമായി കണക്കാക്കപ്പെടുന്നു. ഭക്തൻ തുറക്കുന്ന രാമായണത്തിന്റെ ആദ്യ പേജ് വരും വർഷത്തിൽ അവരുടെ ജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്ന് മലയാളികൾ വിശ്വസിക്കുന്നു. ഇതിനുശേഷം കുട്ടികളും മുതിർന്നവരും പടക്കം പൊട്ടിക്കും. ഇത് രാവിലെ മുതൽ രാത്രി വരെ തുടരും. വിഷു പടക്കം പൊട്ടിക്കൽ വലിയവരും ചെറിയവരും ആസ്വദിക്കുന്ന വിഷു ആഘോഷത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. തുടർന്ന് വിഷു സദ്യ വിരുന്ന് നടക്കും.